ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ചെറുപയർ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 200 ഗ്രാം പയർ ഞാൻ വെള്ളത്തിയിട്ട് കുതിർത്ത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുതിർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പയർ കഴുകി വേണം ഇടാൻ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ ഒരു 7 എടുത്തിട്ടുണ്ട്. വട്ടത്തിലരിഞ്ഞതാണ്. ഇതിന് സവാള എടുക്കരുത്, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ റൗണ്ടായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു 20 ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ഏറ്റവും നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റോ മണമോ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുക്കുക. 20 ഒരു 10-15 ചേർക്കുക. പിന്നെ വേണ്ടത് നമ്മളിതിൽ എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആവശ്യമില്ല. നമുക്കതനുസരിച്ച് എരിവിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. അത് നല്ലൊരു ടേസ്റ്റ് ഇതിന് നൽകും. മിക്സ് ചെയ്ത് കൊടുക്കാം. തീ അല്പം ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി നമ്മളിതെല്ലാം ചെറിയ തീയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഒരു പച്ച ഒരു മണമുണ്ട്. അത് മാറുന്നത് വരെ വഴറ്റിയാൽ മതി. ഇതിപ്പോൾ റെഡിയാകുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് വഴറ്റുക. ഉള്ളിയും വെളുത്തുള്ളിയും വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പയറിൽ കുറച്ച് വെള്ളമുണ്ട്. അത് സാരമില്ല. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ പയറിലെ വെള്ളം വറ്റിച്ച് കളയുക. ഇച്ചിരി വെള്ളമുള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ച് കളയാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പയറിലെ വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണം നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയും ആവശ്യമില്ല. ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ചെറിയൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിൻ്റെ ഒരു പച്ച മണം മാറാനായിട്ട്. ഇത് കുഴഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ഈ കറി കുഴഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. കുഴഞ്ഞിരുന്നാലേ ഇതൊരു ടേസ്റ്റ് ഉള്ളൂ. ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കുരുമുളകും വെളുത്തുള്ളിയുടെയും ആ ഫ്ലേവറൊന്നും അതിൽ നന്നായിട്ട് പിടിക്കില്ല. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഏറ്റവും നല്ല കോമ്പിനേഷൻ കഞ്ഞിക്കൊപ്പമാണ്. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.